പ്രൈസ് ദി ലോർഡ്. ദൈവനാമം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ പാദപീഠത്തിൽ പ്രഭാതയാമത്തിലായിരിക്കുമ്പോൾ നിത്യചിന്തയ്ക്ക് എടുത്തിരിക്കുന്ന തിരുവചനം അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 1-ാം വാക്യം. ഒടുവിൽ സഹോദരന്മാരെ, ദൈവപ്രസാദം ലഭിപ്പാൻ തക്കവണ്ണം നിങ്ങൾ എങ്ങനെ നടക്കണമെന്ന് ഞങ്ങളോട് ഗ്രഹിച്ചതുപോലെ നിങ്ങൾ നടക്കുന്നത് പോലെ തന്നെ ഇനിയും അധികം വർദ്ധിച്ചു വരേണ്ടതിന് ഞങ്ങൾ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളോട് അപേക്ഷിച്ച് പ്രബോധിപ്പിക്കുന്നു. നോക്കൂ, അപ്പോസ്തലനായ പൗലോസ് ദൈവപ്രസാദം ലഭിക്കുവാൻ എങ്ങനെ നടക്കണം. ഹല്ലേലൂയ. അതായത് ഇന്ന് അല്പനേരത്തെ ചിന്തയ്ക്ക് എടുത്തിരിക്കുന്നത് ദൈവപ്രസാദം ലഭിക്കുവാൻ ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കണം. ഹല്ലേലൂയ. ഒന്നാമത്, ദ്രവ്യാഗ്രഹം ഇല്ലാതെ നടക്കുന്നവരായിരിക്കണം. തീമോഥെയോസിന്റെ 1-ാം ലേഖനം 6-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ. ഇത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുഴന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു. നോക്കൂ, ഇന്ന് പലരും പണം മോഹിച്ചിട്ട് ദൈവവേല ചെയ്തതുപോലും മറന്നു കളഞ്ഞ് ലോക ചിന്തകളിൽ, അതായത് പണത്തിനു പുറകെ ഓടുകയാണ്. സ്വന്തം കൂട്ടു സഹോദരങ്ങളെ പോലും ഈ കാര്യത്തിൽ വെറുപ്പിക്കുന്നതായ രീതിയിൽ ആയിത്തീർന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. നോക്കൂ, മനുഷ്യർ എല്ലാവരും തന്നെ പണത്തിനു പുറകെ നടന്ന് എന്തും ചെയ്യുവാൻ മടി കാണിക്കാതിരിക്കുന്ന കാലഘട്ടത്തിലേക്കായി തീർന്നിരിക്കുന്നു. ദൈവകൃപയിൽ നിൽക്കുന്ന ഓരോ വ്യക്തികളും മനസ്സിലാക്കുക, നമുക്ക് അന്നന്ന് വേണ്ടെന്നത് നൽകി തരുവാൻ നമ്മുടെ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. പണമോഹം നമ്മുടെ ഉള്ളിൽ വെച്ചുകൊണ്ട് ഒരു കാര്യം പോലും ചെയ്യരുത്. ഹല്ലേലൂയ. പണം മോഹിച്ച് ദൈവവേല ചെയ്താൽ അതിൽ ദൈവപ്രസാദം ലഭിക്കുകയില്ല. ജോലിക്കാരൻ തന്റെ കൂലിക്ക് അവകാശിയാണ്. സുവിശേഷ വേല ചെയ്യുന്നവൻ ആരും കൂലി കൊതിച്ച് ചെയ്യരുത്. ഹല്ലേലൂയ. ഏകാത്മാവിൽ നിലനിന്ന് എതിരാളികളാൽ ഒന്നിനും കുലുങ്ങിപ്പോകാതെ ഏക മനസ്സോടെ സുവിശേഷത്തിന്റെ വിശ്വാസത്തിനായി പോരാട്ടം കഴിക്കുന്നു എന്ന് ഗ്രഹിക്കേണ്ടതിന് ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യോഗ്യമാവണ്ണം മാത്രം നടപ്പിൻ. ഹല്ലേലൂയ. നോക്കൂ, തീമോഥെയോസിന്റെ ലേഖനം 1-ാം ലേഖനം 3-13 പറയുന്നുണ്ട്, നന്നായി ശുശ്രൂഷ ചെയ്തിട്ടുള്ളവർ തങ്ങൾക്ക് നല്ല നിലയും ക്രിസ്തുവേശുവിലുള്ള വിശ്വാസത്തിൽ വളരെ പ്രാഗൽഭ്യവും സമ്പാദിക്കുന്നു. ഹല്ലേലൂയ. അടുത്തതായിട്ട് നോക്കൂ, ഹല്ലേലൂയ, ദൈവപ്രസാദം ലഭിക്കുവാൻ സത്യത്തിൽ നടക്കുന്നവരായിരിക്കണം. ദൈവപ്രസാദം ലഭിക്കുവാൻ നോക്കുന്നവരുടെ ജീവിതം സത്യത്തിലുള്ള വഴിയിലൂടെ ആയിരിക്കണം. ഹല്ലേലൂയ. ഏതെല്ലാം പ്രതിസന്ധികൾ കടന്നു വന്നാലും ദൈവിക വഴിക്കായി അല്പസമയം കാത്തിരിക്കുന്നവരായിരിക്കണം. കുറുക്കു വഴി തേടി പോകുന്നവരായിരിക്കരുത്. നമ്മുടെ ഇഷ്ടം നോക്കി, ഹല്ലേലൂയ, കുറുക്കു വഴികൾ തേടി പോകരുത്. പ്രിയ മക്കളെ, ഒരു ദൈവ പൈതലിനെ കാത്തിരിപ്പ് അത്യന്താപേക്ഷിതമാണ്. നമ്മുടെ ദൈവം തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അടുത്തതായിട്ട് നോക്കൂ, ദൈവപ്രസാദം ലഭിക്കുവാൻ ദൈവാലോചന പ്രകാരം നടക്കണം. ഹല്ലേലൂയ. സങ്കീർത്തനം 1-1 പറയുന്നുണ്ട്, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നാം നടക്കരുത്. ഹല്ലേലൂയ. സങ്കീർത്തനം 73-24 പറയുന്നു, നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും, പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. നമ്മുടെ വിഷയങ്ങൾക്ക് മറുപടി അല്പം താമസിച്ചാലും നാം ഭാരപ്പെടരുത്. ഹല്ലേലൂയ. കാരണം നോക്കൂ, പിന്നത്തേതിൽ നമ്മെ മഹത്വത്തിലേക്ക്, അതായത് ദൈവാലോചന പ്രകാരം നടന്നാൽ പുറകെ മഹത്വം വരും. ഹല്ലേലൂയ. ദൈവാലോചന പ്രകാരം നടന്നാൽ, വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണുവാനിടയായി തീരും. ഹല്ലേലൂയ. അടുത്തതായിട്ട് കാണാം, ഹല്ലേലൂയ, പകൽ സമയത്ത് നടക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. യോഹന്നാൻ 11:9 പറയുന്നുണ്ട്, പകൽ സമയത്ത് നടക്കുന്നവർ ലോകത്തിന്റെ വെളിച്ചം കാണുന്നത് കൊണ്ട് ഇടറുകയില്ല, പക്ഷെ രാത്രിയിൽ നടക്കുന്നവരാണ് ഇടറുന്നത്. അതായത് ഈ കൂട്ടർ പകലിലുള്ള വെളിച്ചം വേണ്ടും പോലെ അനുഭവിക്കാത്തവരാണ്. ഹല്ലേലൂയ. ഇവരുടെ കാല് എവിടേക്കാണ് പോകുന്നതെന്നറിയാതെ ഏതെങ്കിലും കുഴിയിലും ചെളിയിലും വീഴുവാനിടയായിത്തീരും. പ്രിയമുള്ളവരെ, ഇന്ന് എവിടേക്കാണ് പോകുന്നത്
നടക്കുന്നതെന്ന് അറിയാതെ വണ്ണം ഇടറിപ്പോകുവാൻ സാധ്യതയുള്ള ലോകത്തിലാണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത്. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കുക, പകൽ നടക്കുമ്പോൾ ഒരു നിശ്ചയമുണ്ട്, കാലിടറാതെ വണ്ണം നടക്കുവാൻ സാധിക്കും. ഹല്ലേലൂയ. അതിനാൽ നാം ഹല്ലേലൂയ ഭവനങ്ങളിൽ സന്തോഷവും സമാധാനവും ലഭിപ്പാനിടയായിത്തീരും. ഇരുട്ടിൽ നടക്കുന്നവരുടെ കുടുംബങ്ങളിൽ ഇടർച്ചയ്ക്ക് കാരണമാകുകയും സമാധാനം നഷ്ടപ്പെടുകയും ചെയ്യുന്നു. പ്രിയ മക്കളെ, നാം വെളിച്ചത്തിന്റെ മക്കളായി ദൈവിക പ്രസാദം ലഭിക്കുവാൻ തക്കവണ്ണം നടക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. നമ്മെ തന്നെ അപ്പന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. കർത്താവേ, ദൈവപ്രസാദം ലഭിക്കുവാൻ കർത്താവെ പകൽ സമയത്ത് നടക്കുന്നവരാക്കി ഇരുട്ടിന്റെ എല്ലാ അവസ്ഥകളും ഞങ്ങളിൽ നിന്ന് നീക്കി ഹല്ലേലൂയ അങ്ങയുടെ ഹല്ലേലൂയ വെളിച്ചത്തിന്റെ മക്കളാക്കി ഞങ്ങളെ നടത്തണമേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അടുത്തതായിട്ട് താഴ്മയുള്ളവരായി നടക്കണം. മീഖാ പ്രവാചകൻ 6:8 പറയുന്നുണ്ട്, ന്യായം പ്രവർത്തിപ്പാനും ദയാ തൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോട് നടപ്പാനുമല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നമ്മിലുള്ള നികളഭാവങ്ങളൊക്കെ മാറ്റി താഴ്മ സ്വഭാവം ധരിച്ച് സ്വയം പുകഴ്ത്താതെ നടക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. ഹല്ലേലൂയ. അതുകൊണ്ട് താഴ്മയുള്ളവരായി ദൈവപ്രസാദം ലഭിക്കുവാൻ തക്കവണ്ണം ജീവിതം മാതൃകയാക്കി മുന്നേറുന്നവരായിരിക്കണം. ഹല്ലേലൂയ. പ്രിയ മക്കളെ, അടുത്തതായിട്ട് നോക്ക്, വിളിക്കനുസരിച്ച് നടക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 4:1 പറയുന്നുണ്ട്, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുക. ഹല്ലേലൂയ. എല്ലാവരുടെയും വിളി ഒരുപോലെയല്ല. ഹല്ലേലൂയ. ദൈവ വിളി ഓരോ പദവിയാണ്. നമ്മെ ഏതിനു വേണ്ടി വിളിച്ചിരിക്കുന്നുവോ അത് തിരിച്ചറിഞ്ഞ് ദൈവഗീത പ്രകാരം നടക്കുന്നവരായിരിക്കണം. പ്രിയ മക്കളെ, നമ്മുടെ അപ്പൻ നമ്മെ കുറിച്ച് ഒന്ന് ഓർക്കുന്നുണ്ട്. ഹല്ലേലൂയ. നമ്മെ വിളിച്ചിരിക്കുന്നത് എങ്ങനെയാണ് നാം അത് മനസ്സിലാക്കി നടക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 4:11 പറയുന്നുണ്ട്, അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ചിലരെ ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. ഇവയിൽ ഏതിനു വേണ്ടി വിളിച്ചുവോ വിശ്വസ്തയോട് തന്നെ പദവി അനുസരിച്ച് ഹല്ലേലൂയ നാം മുന്നോട്ട് പോകുന്നവരായിരിക്കണം. പ്രിയ മക്കളെ, ഓരോ പദവികളും ദൈവം നമുക്ക് നൽകി തരുന്നതാണ്. വേണ്ടുന്നത് പോലെ വ്യാപാരം ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഹല്ലേലൂയ. അത് കുഴിച്ചിടുവാനല്ല പ്രിയ മക്കളെ, വ്യാപാരം ചെയ്ത് ഹല്ലേലൂയ മറ്റുള്ളവർക്ക് പ്രസാദമാകുമെണ്ണം മറ്റുള്ളവർക്ക് ഉപയോഗമാകുമെണ്ണം ക്രിസ്തുവിനെ അറിയത്തക്കവണ്ണമായി തീരുവാൻ നാം ഓരോരുത്തരും ഒരുക്കത്തോടെ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത് വിശ്വസ്തയോടെ ചെയ്യുവാൻ ആയിരിക്കണം. ഹല്ലേലൂയ. അടുത്തതായിട്ട് നോക്കൂ, നേരോടെ നടക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. യഹോവ കൃപയും മഹത്വവും നൽകുന്നു. നേരോടെ നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കുകയില്ല. ഹല്ലേലൂയ. നമ്മുടെ ദൈവം നമ്മുടെ നന്മ മുടക്കുന്ന അപ്പനല്ല. ഹല്ലേലൂയ. നേരായ പാതയിൽ ചൊവ്വയുള്ള വഴി നടക്കുമ്പോൾ നന്മകൾ ലഭിക്കുന്നു. പ്രിയ മക്കളെ, ഹല്ലേലൂയ. കുറുക്കു വഴികൾ അന്വേഷിക്കുന്നവരാണ് ചതിക്കുഴിയിൽ വീഴുവാന് ഇടയാകുന്നത്. ഹല്ലേലൂയ. നാം ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ദൈവിക വചനപ്രകാരം അത് പ്രമാണിച്ച് ചെയ്യുന്നവരായിരിക്കണം. ഹല്ലേലൂയ. അപ്പന്റെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ചുവടുകൾ വെക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. ആത്മാവിനെ അനുസരിച്ച് വേണം നാം നടക്കുവാൻ. ഹല്ലേലൂയ. നമ്മുടെ ഇഷ്ടമല്ല പ്രിയ മക്കളെ, കർത്താവിന്റെ ഇഷ്ടം അനുസരിച്ച് നാം നടക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. അടുത്തതായിട്ട് നോക്കൂ, വിശ്വാസത്തിൽ നടക്കുന്നവരായിരിക്കണം. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 2 ലേഖനം 5:7 പറയുന്നുണ്ട്, കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ നടക്കുന്നത്. നോക്കൂ, ഹല്ലേലൂയ. അബ്രഹാം വിശ്വാസത്താലാണ് ദൈവ വിളി കേട്ട് ഇറങ്ങിയത്. ഹല്ലേലൂയ. എല്ലാം കയ്യിൽ ലഭിച്ചതിന് ശേഷമല്ല പ്രിയ മക്കളെ നാം ഓരോരുത്തരും ഹല്ലേലൂയ അപ്പന്റെ സന്നിധി വിശ്വസ്തയോടെ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഹല്ലേലൂയ നമുക്ക് വേണ്ടുന്നത് ഹല്ലേലൂയ ദൈവം നൽകി തരുവാൻ ശക്തനാണ്. ഹല്ലേലൂയ. അപ്പന്റെ വഴി അനുസരിച്ച് അപ്പന്റെ ഗീതം അനുസരിച്ച് നാം നടക്കണം. അടുത്തതായിട്ട് നോക്കൂ, തളരാതെ നടക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നാം തളരുവാൻ പാടില്ല പ്രിയ മക്കളെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 30-31 വാക്യത്തിൽ പറയുന്നുണ്ട്, ബാലിക്കാർ ക്ഷീണിച്ചു തളർന്നു പോകും, യൗവനക്കാർ
ഇടറി വീഴുമെങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. പ്രിയ മക്കൾ, ഈ ദിവസങ്ങളിൽ തളരുവാൻ പാടില്ല. ദൈവപ്രസാദത്തിന് വേണ്ടി നമ്മൾ പോരാടി ജീവിക്കുന്നവരായിരിക്കണം. കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ചില ഹല്ലേലൂയ വിഷയങ്ങൾ ഹല്ലേലൂയ, ചില ഹല്ലേലൂയ ചെറിയ ചിന്തകൾ അപ്പന്റെ സന്നിധിയിൽ ഹല്ലേലൂയ പറയുവാനിടയായി തീർന്നു. പ്രിയ മക്കളെ, നാം നമ്മെ തന്നെ അപ്പന്റെ കരങ്ങളിലേക്കൊന്ന് സമർപ്പിക്കാം. കർത്താവേ, ദൈവപ്രസാദം ഹല്ലേലൂയ ലഭിക്കത്തക്കവണ്ണമാണോ എൻ്റെ നടപ്പ്? ഹല്ലേലൂയ, എൻ്റെ അപ്പ, അങ്ങ് ഞങ്ങളെ ഈ ഹല്ലേലൂയ അങ്ങയുടെ ഗീതത്തിനനുസരിച്ച് ഒരുക്കിയെടുക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഇന്നത്തെ വചനം എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ. കർത്താവ് അങ്ങനെ ചെയ്യുമാറാട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയായിരിക്കുന്ന ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.